ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. ആ ജോജി മാഷ കോൾ വന്നപ്പോഴാ അവൾക്ക് കൂടുതൽ ഇളകിയത്. താൻ കള്ളനാടോ? അതിനൊക്കെ നീലം മാഷ് എന്ത് പറഞ്ഞാലും ആളുടെ ഭാര്യ വിശ്വസിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അല്ല മാഷെ, മറ്റേ സെറ്റല്ലേ? സത്യം ചതിക്കോ? വെറുതെ അല്ലടോ തന്റെ ഭാര്യക്ക് തന്നെ ഇത്ര വലിയ വിശ്വാസം. അതെ, ഈ ജോർജ് ഒരു കാര്യമല്ല, അതങ്ങോട്ട് പോരും. ഏത്? അതങ്ങോട്ട് പോരും. ആട്ടെ, താനിരുന്നണ്ട. മാഷെ, ഇയാളെന്താ മിണ്ടാതിരിക്കണേ? ഏയ് ഒന്നുമില്ല, നമുക്കൊരു ചായ കുടിച്ചാലോ? അതിനെന്താ മാഷെ, ആയിക്കോട്ടെ, അടുത്ത ജംഗ്ഷനിൽ ചവിട്ടാലോ. ഒരു ചായ കുടിക്കാല്ലേ? ചായ. ആ, എന്തായി ജോലിയുടെ കാര്യം? ചേട്ടാ ഒരു ചായ. ആ, അങ്ങനെ പോണു. ഒരു വട. ചട്നി ഒഴിക്കണ? ആ ചേട്ടാ, ചേട്ടോ. അതെ വരുന്നു. ഒരു സിഗരറ്റ്. സുധാരേട്ടാ ഒരു ചായ. എന്നാ ആ മെമ്പറെ കാണാനേ കിട്ടുന്നില്ല. ഞാൻ KPCC വരെ പോയിരുന്നു. ആ, കൂടെ പ്രതാപട്ടനും ഉണ്ടായിരുന്നു. മെമ്പർ കർഷകശ്രീ അടിച്ചെടുക്കാനുള്ള ഓട്ടത്തിലല്ലേ? അല്ല മെമ്പറെ, നിങ്ങളെ ഫാമിൽ എന്തോ പ്രശ്നം ഉണ്ടായെന്ന് കേട്ടല്ലോ. അത് രാത്രിയിൽ പന്നിയോ മറ്റു മൃഗങ്ങളോ വന്ന് കൃഷി നശിപ്പിക്കുക. CCTV വെച്ചിട്ടുണ്ട്. ഇനി അത് ആരാന്ന് അറിഞ്ഞിട്ട് വേണം അവർക്കൊരു പണി കൊടുക്കാൻ. അത് പന്നിയും പെരിച്ചാഴിയൊന്നല്ല, ഇയാളുടെ അളിയനാ. ആര്? ചാരായി സുനിയോ? ആ, അല്ല, എന്താ നിങ്ങൾ തമ്മിലൊരു രഹസ്യം? ഏയ് ഒന്നുമില്ല. വേണ്ടാട്ടാ. കാറ്റു വന്നു കള്ളനെ പോലെ, നീലം മാഷിക്കുരുമടുത്തു കാമുകിയെ പോലെ. കാമുകിയെ പോലെ. ചേട്ടാ, ഒരു 3 ബിസ്ക്കറ്റ് ചായ. ബിസ്ക്കറ്റ് ചായ? ചേട്ടാ അതൊന്നും ഈ പെട്ടിക്കടയിൽ കിട്ടില്ല. ഇതൊക്കെ വേണമെങ്കിൽ ടൗണിൽ പോകണം. നിന്റെ കുടി കഴിഞ്ഞാ എണീറ്റ് പോടാ. ഇവിടെ കണ്ടിട്ടില്ല കാര്യം. എന്നുള്ളത് 3 സ്ട്രോങ് പോരട്ടെ. ആ ചേട്ടാ, ഒരു പാക്കറ്റ് മിനി ഗോൾഡ് എടുത്തോ. ആ സിഗരറ്റ് ആരണ്ട് കൊടുത്തേ, കാറ്റത്തിന് കെടാവോ. ആ എടുക്കേ. എന്നാ മാഷെ, ഒരെങ്ങോട്ട് വലിക്ക്. ഏയ് വേണ്ട വലിക്ക് മാഷെ അങ്ങോട്ട്. പരിപാടി വേണ്ടേ വേണ്ട. എന്റെ മാഷ് എന്നതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിയാം. സാറുമാരെങ്ങോട്ടാ? ആ മേനോത്ത് പറമ്പാരൊരു തറവാടില്ലേ, ആ വീട്ടിലേക്കാ. വശപ്പശക ചേട്ട സ്ഥലം. ഞങ്ങൾ ആരോടേക്ക് പോകാറില്ലേ സാറന്മാരെ? പണ്ട് അതൊരു കോവിലക്കായിരുന്നു, പിന്നെ അത് പടികക്കാർ വാങ്ങി. അവരുടെ ഇളയ പെങ്ങള് മേരി ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവരുടെ ഭർത്താവ് അമേരിക്കയിലോ എവിടെ എങ്ങാണ്ടാണ്. അവരവിടെ അന്വേഷിച്ച് പോയപ്പോഴാണ് അറിഞ്ഞത് അയാൾക്ക് അവിടെ വേറെ ഭാര്യയും കുടുംബമൊക്കെ ഉണ്ടെന്ന്. അതറിഞ്ഞിട്ട് മേരി തിരിച്ചൊന്ന് ഈ വീട്ടിൽ കെട്ടി തൂങ്ങി. ഈ പഠിക്കൽ മേരീനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാറുണ്ടെന്ന് ആളുകൾ പറയണേ. ചുമ്മാതെ സാറേ, അവിടെ മറ്റേ പരിപാടിയാ. സത്യം. മേരി ചേച്ചി മരിച്ചതിന് ശേഷം അവരത് OLX-ലിട്ടിട്ട് വിറ്റു. അമേരിക്കക്കാരോ വാങ്ങിയെന്ന് അറിഞ്ഞത്. എത്ര ചേട്ടാ? 60. ഇടയ്ക്ക് അവിടെ ആരൊക്കെയോ പോക്കുവരവുണ്ട്. അവിടെ എന്തോ നാടകമോ പാട്ടോ അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അല്ല, ആളും നല്ലൊരു പാട്ടുകാരനാ. നടിക്കണെന്ന് മാത്രം. കേറ് 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 കേറ്. എന്നാ ശരി, പോവാ. എന്തായാലും പോണ സ്ഥലം കൊള്ളാം. ഞങ്ങളോടെ ഓട്. ഈ വയസ്സാം കാലത്ത് വീട്ടിൽ കിടന്ന് ചത്താ പോരെ കളന്മാർക്ക്. വല്ലേടം വന്ന് കിടന്ന് ചാവാനാവും അവരുടെ വിധി. ജാത്യാലുള്ളത് തൂത്താ പോവോ?
ഹലോ, പൈസ എന്തായില്ലത്? ചേട്ടായി വന്നോട്ടെ ചേച്ചി. നീ എപ്പോ കൊണ്ടുതരും? കുടുംബശ്രീയുടെ പൈസ ഞാൻ വൈകിട്ട് കൊണ്ടുതരാം. ഓ ശരി. ത്രിഫ്റ്റ് ലോൺ കൊടുക്കാറായി. നീ ലോൺ എടുക്കണുണ്ടോ? ഞാൻ എടുക്കണ്ട കേട്ടോ. നോക്കട്ടെ ചേച്ചി, വീടിന്റെ പണി കുറച്ചും കൂടി ഉണ്ടേ. ഇനി എത്ര കിട്ടാ? 50,000 വെച്ചിട്ടുണ്ടെന്നാ കേട്ടെ. മാസ മീറ്റിംഗ് നാളെയാണ്. മുനിസിപ്പാലിറ്റിയിൽ പോണം. ഹലോ ഹലോ ലതേ, ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ചേട്ടായി വന്നു തോന്നുന്നു. ഇല്ലേ ഇല്ലേ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സംഗീതമാണ്. മറിച്ച് നിങ്ങൾ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും സംഗീതത്തിൻ്റെ പല വർഗഭേദങ്ങളെയാണ്. ഔഷധത്തിൻ്റെ കാഠിന്യത്താൽ ആരോഗ്യം ലഭിച്ചൊരു ശരീരത്തിന് നിശ്ചലമാക്കപ്പെട്ട ഒരു മനസ്സുണ്ട്. ശരീരത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഈ മനസ്സാണ്. ഈ മനസ്സ് മരിക്കുന്ന വ്യക്തി ശവത്തിന് തുല്യമാണ്. വിരലുകൾ ചലിപ്പിച്ച് വയലിൻ വായിക്കുകയും മനസ്സിനെ കീഴടക്കി ശരീരത്തിന് പുതുജീവൻ നൽകുകയും ഭൂമിയെ സ്വർഗമാക്കുന്ന ലോകമാണ് സംഗീതം. പാറ്റ വീണാലും കഞ്ഞിക്കലം നക്കിത്തുടച്ചേ ഞാനടങ്ങൂ, നക്കിത്തുടച്ചേ ഞാനടങ്ങൂ. ഒടിച്ചിയേറിയിട്ടാലും ഒടിച്ചിയേറിയിട്ടാലും കല്ലെറിഞ്ഞേ ഞാനടങ്ങൂ, കല്ലെറിഞ്ഞേ ഞാനടങ്ങൂ. കൊടിച്ചിയേറിയിട്ടാലും കല്ലെറിഞ്ഞേ ഞാനടങ്ങൂ, കല്ലെറിഞ്ഞേ ഞാനടങ്ങൂ. ചില്ലിത്തൊട്ട് 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 എറിഞ്ഞു കിട്ടുള്ളെങ്കിലും കൊട്ടിപ്പാടി തുള്ളിയാലേ ഞാനടങ്ങൂ, ഞാനടങ്ങൂന്ന്. പാറ്റ വീണാലും കഞ്ഞിക്കലം നക്കിത്തുടച്ചേ ഞാനടങ്ങൂ, നക്കിത്തുടച്ചേ ഞാനടങ്ങൂ. മുലപ്പാലിനാൽ അമ്മയെ തേടിക്കരയുന്ന കുഞ്ഞിന് താരാട്ടെന്ന ഫ്രീക്വൻസി സെറ്റ് ചെയ്യുന്നതും ഇതേ ലോകമാണ്. ഏതു വികാരത്തെയും കീഴടക്കുന്ന സംഗീതം തന്നെയാണ് കലയും മാധുര്യവും. സംഗീതം ആസ്വദിക്കുവാൻ കഴിയാത്തൊരാൾ 17 രൂപയുടെ രാജാ സിഗരറ്റ് വാങ്ങി തിയേറ്ററിലിരുന്ന് ഫസ്റ്റ് ഹാഫ് പടത്തിന്റെ ടെൻഷൻ തീർത്ത് അകത്തേക്ക് പോകുന്നവനും ആശുപത്രി വരാന്തയിൽ ടെൻഷൻ അടിച്ച് കയ്യിൽ പണമില്ലാത്ത രാജൻ 10 രൂപയുടെ കിങ് ബീഡി വാങ്ങി വലിക്കുന്നതും ഒരേ വികാരമാണ്. മുന്തിരി മുന്തിരിച്ചാറ് മുന്തിരിച്ചാറ് മൊന്തിക്കുടിച്ച് അന്തിയിലാടി നടക്കടി പെണ്ണ്, അങ്ങട് നടക്കടി പെണ്ണ്. മുന്തിരിച്ചാറ് 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 മൊന്തിക്കുടിച്ച് അന്തിയിലാടി നടക്കടി പെണ്ണ്, മുന്തിരിച്ചാറ് മൊന്തിക്കുടിച്ച് അന്തിയിലാടി നടക്കടി പെണ്ണ്. വെളുമ്പി പെണ്ണ് ചിങ്കാരി പെണ്ണ്, നിൻ ചേലുള്ള ചുണ്ടിൽ നുരപുതയും സുരകണങ്ങൾ പകരാമോ പകരാമോ. അങ്ങനെ ഈ വികാരത്തെ മറ്റേ പുകയോട് ഉപമിച്ച് മുടി വളർത്തിയവനെ കഞ്ചാവാക്കി പൊക്കുന്ന പോലീസുകാരുടെ വികാരവും ഇതുതന്നെയാണ്. എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ, അല്ലെങ്കിൽ ആരെങ്കിലും കിട്ടിയാൽ ആവിലാക്കാനുള്ള ആവേശവും. അങ്ങനെ വികാരത്തിന്റെ അനന്ത സാധ്യതകൾ മനുഷ്യജീവിതത്തോട് ഉപമിക്കുമ്പോൾ മനുഷ്യജീവിതം കുന്നിൻമലയിലെ കരിമ്പാറക്കെട്ടുകൾക്കിടയിലെ പുൽക്കൊടിച്ചെടിയുടെ ജീവിതം പോലെയാണ്. പുലരുമ്പോഴുള്ള സൂര്യൻ മുതൽ അസ്തമയ സൂര്യനെ മാത്രം കാണുന്ന പുൽച്ചെടി വാടിക്കരിഞ്ഞുണങ്ങുന്നതും സന്ധ്യമയങ്ങുന്ന സൂര്യാഘാതമേറ്റാണ്. ഈ പൊരിഞ്ഞ വേനൽക്കാലത്ത് അതികഠിനമായ ചൂടിൽ വാടിക്കരിഞ്ഞുണങ്ങുന്നതിന് മുമ്പുള്ള അകാല മഴയുടെ സൗന്ദര്യമാണിവിടെ. കൂട്ടത്തെ അട്ടിയോടി ചിടറി വീണു, കൂട്ടം
കരിനീല കണ്ണേ കനവൊടുങ്ങാ കരൾ നിറച്ച് കനവൊടുങ്ങാ കരൾ നിറച്ച് കനവൊടുങ്ങാ കരൾ നിറച്ച് കനവൊടുങ്ങാ കരൾ നിറച്ച്. ഈ മഴയത്ത് നട്ടുച്ചവെയിലിൽ മറ്റൊരിടത്ത് ഇതേ കുന്നിൻ താഴ്വാരത്തിൽ തണലേറ്റുകൊണ്ട് തണലിന്റെ സുഖമറിഞ്ഞുകൊണ്ട് ആ തണലത്തിരുന്ന് പാടുന്ന ഗസലിന്റെ ലയമാണ്. അതുതന്നെയാണ് ഞങ്ങൾക്കിവിടെ ശ്രുതിയും താളവും. ഇതുതന്നെയാണ് ഇവിടെ ഞങ്ങൾക്ക് സംഗീതവും. നിന്നലടന്നാള് പോലീസ് പിടിച്ചേ. എന്റെ സാറേ, ആ SIക്ക് പ്രാന്ത. ആദ്യം മുടി വളർത്തിയപ്പോ കഞ്ചാവാക്കി, പിന്നെ പൊക്കി. അതെന്താ മുടി വളർത്തവരെ കണ്ട കഞ്ചാവാ? ആർക്കറിയാം. ഈ ചെറുക്കന്മാർക്ക് മുടി വളർത്തവരൊക്കെ കണ്ട കഞ്ചാവെന്ന വിചാരം. ഈ സ്റ്റേജിലൊക്കെ കയറുമ്പോഴേ വെറുതെ ഇങ്ങനെ തള്ളിട്ടാട്ടിട്ട് കാര്യമില്ല. ഒരു ഓളത്തിൽ ഇതിങ്ങനെ ആട്ടണം. ആ സത്യ, നിന്റെ ഇവിടത്തെ വെടിയും പോയൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നിന്റെ കാട്ടിലൊക്കെ പോയി നമുക്കൊന്ന് തീയിട്ട് ഒന്ന് കറങ്ങി ഒന്ന് രസിച്ച ഇങ്ങോട്ട് വരാം. ഞാൻ പറയായിരിക്കും. നിങ്ങൾ പൊക്കോ വരാട്ടാ. ഒന്ന് പാടോ. വാ സൂപ്പറായിട്ട് വാ നടക്ക്. സത്യ ഈ സെറ്റപ്പ് ഏതാ? അത് അവന്മാരെ കൊടുത്തിട്ട് വന്നാണ്. കണ്ടിട്ടൊരു വശം കണ്ടിട്ടാ. നമുക്കൊക്കെ ശരിയാക്കാന്നേ. മാഷ്ക്ക് വലിക്കണോ? ഹേയ് വേണ്ട. ഹേയ്, എന്താ മാഷ വിളിച്ചാ? വിരോധമില്ല, എന്നാലും വേണ്ട. ജീവിതം ചെറുതല്ല മാഷ, ആഹ്ലാദക്കാവാം. മദ്യം തിരക്കേട്ടില്ല, പക്ഷെ ഈ പുക പ്രശ്ന ആയുസിന്റെ 9 മടങ്ങ് ചുരുങ്ങും. അല്ലാതെ ചുരുങ്ങിയാലോ മാഷേ? ജീവിതം വളരെ ചെറുതാണ് മാഷേ. മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തെ പ്രണയിക്കാൻ പറ്റൂ. എൻജോയ് ചെയ്യണം മാഷേ. ജീവിതത്തെ ആസ്വദിക്കണം, ആഘോഷാക്കണം. മാഷ്ക്കൊന്നറിയോ, ഞാനിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. എനിക്ക് വേണ്ടി ഒന്ന് ആഘോഷിക്കും മാഷേ. മനസ്സിലായില്ല. അതെ മാഷേ, ഏതാനും മണിക്കൂറുകൾ, ഏറി വന്ന 1-2 ദിവസം. എന്നുവെച്ചാ മാഷ്ക്കിപ്പോഴും മനസ്സിലായില്ലേ? പക്ഷേ അതന്നെയാ നമ്മളെല്ലാവരും അവസാനം പോണൊരു വീടില്ലേ, അതന്നെ മാഷ. തെക്കും പുറത്തോ ചിതയൊരുങ്ങി പോകല്ലേ എൻ്റെ പെണ്ണാളെ, പോകല്ലേ എൻ്റെ പെണ്ണാളെ, കരിനീലക്കണ്ണേ കനവുറങ്ങാ കരൾ നിറച്ച്, കനവുറങ്ങാ കരൾ നിറച്ച്, കനവുറങ്ങാ കരൾ നിറച്ച്. മാഷ്ക്കൊരു കാര്യം അറിയോ? ഞാനിതുവരെ ആരോടും പറയാത്ത രഹസ്യം കേട്ടോ. എനിക്ക് മാഷെ പണ്ടേ ഇഷ്ടമായിരുന്നു. കുട്ടിക്ക് എന്നറിയോ? നിന്നെ എങ്ങാനും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഓ, അതിന് മാഷ്ക്ക് ഞങ്ങളെപ്പോലുള്ള ബാക്ക് ബെഞ്ചേഴ്സിനെ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. ഫ്രണ്ടിലിരിക്കുന്നവരല്ലേ ഇഷ്ടം. ഏയ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും എനിക്കൊരുപോലെ. ആണോ? ആ, എന്നാ ഞാൻ എൻ്റെ മാഷിനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ജോജിയെ വാ വാ വാ, നോക്കിയേ, കണ്ട കൊച്ചു കള്ളൻ. നീലാഞ്ജനം മാഷേ, താങ്കളൊരാണും മുന്നിൽ നിൽക്കുന്ന
ഒരു പെണ്ണുമാണെന്ന് ഓർമ്മ വേണം. കൂട്ടത്തിൽ കൂട്ടുകാരനിട്ടൊരു തള്ളും. അപ്പൊ പൊളിക്കല്ലേ നമ്മള്? പിന്നെ ഒഴുക്ക് ഫ്രീക്ക്. ആ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഓ തകർത്ത ഭാഷ ഞങ്ങള്. സത്യം ഇവിടെ ഏയ് മാഷേ, ഇതെന്തത്? നോ 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 നോ, പ്രായത്തിന്റെ വല്ല പ്രശ്നമുണ്ടോ? ഏയ് ഞാനൊക്കെയാണ്. അത് കുറച്ച് കഴിഞ്ഞ കുട്ടിക്ക് മനസ്സിലാവും. എനിക്കും വേണം ഒരു ഹഗ്. Don't touch. വേണ്ട വേണ്ട വേണ്ട. പോടാ. ഞാനല്ല, ഇതാ 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 ഞാനല്ല. സത്യ ഇത് വെറും ശോകാടോ, മറ്റതില്ലേ? താനൊന്ന് അടങ്ങ് എന്റെ പൊന്നേ. മച്ചാനെ പാത്തുങ്കളാ, മച്ചാനെ പാത്തുങ്കളാ, ടകട 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 കൊള്ള വള്ള തൊപ്പ കൊള്ള ടകട 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 ടക ലല്ലല്ലല്ല ഇത് മനുഷ്യലോകമാണ്. മനുഷ്യജീവിതം ദുഃഖം നിറഞ്ഞതും. ഈ ദുഃഖങ്ങളൊക്കെ മറക്കാൻ രണ്ട് ദിവ്യ ഔഷധങ്ങളേയുള്ളൂ: മദ്യവും മദിരാക്ഷിയും. ഈ പാപവും പുണ്യവും ധൂർത്തന്മാരായ പണ്ഡിതന്മാരും മടിയന്മാരായ മനുഷ്യരും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് സുഖവും ദുഃഖവും മാത്രമാണ് സത്യം. ബാക്കിയെല്ലാം അവരുടെ മുന്നിൽ മായയാണ്. ഞങ്ങൾ പോവാ. ഓക്കെ 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 ഓക്കെ. ശരി ഓക്കെ. ഓക്കടെ. അപ്പൊ ശരിടാ. ഒരു ഫ്രണ്ട് ജീവിതത്തിൽ നിന്ന് പോവാന്ന് പറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു വസന്തം കൊഴിഞ്ഞു പോയ പോലെ. എന്താ മാഷെ? നീ കണ്ടീഷനിലും കൂടെ പോണ്ട. മോൾ അങ്ങനെ പോയി കിടക്ക്. ഓക്കെ മാഷെ. എടി മായ, നിന്നോടും കൂടിയാ പറഞ്ഞത്. മാഷെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അർമാച്ചിട്ടില്ല മാഷെ. ഇതുപോലെ ഒരു എൻജോയ്മെന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ശരിയാ, എനിക്ക് ഇതുപോലെ എൻജോയ്മെന്റ് ഉണ്ടായിട്ടില്ല. അപ്പോ സത്യന്റെ ഫാമിലി? വൈഫ് മോളടുത്ത് പോയിരിക്കുക അമേരിക്കയില്. സത്യ നിന്റെ ആ പഴയ പ്രേമൊക്കെ എപ്പോഴും ഉണ്ടേ? അവളെ ഞാനങ്ങ് കെട്ടി. അതെ, ആ നമ്മള് കണ്ടിട്ട് ഒരു 28 വർഷമായി കാണൂല്ലേ? സത്യ ബാംഗ്ലൂർ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പോയതിന് ശേഷം നിന്നെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ശരിയാ, ട്രെയിനിങ് കഴിഞ്ഞ സമയത്തായിരുന്നു അച്ഛൻ്റെ മരണം. പിന്നെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ കല്യാണം. സത്യം പറഞ്ഞ ആരെയും ഒന്നും അറിയിക്കാൻ പറ്റില്ല. മോൾക്ക് എത്ര കുട്ടികളാ? ഒരാള് മോളാണ്. എൻ്റെ ഭാര്യക്ക് ഇടയ്ക്ക് പേരക്കുട്ടിയെ കാണാൻ തോന്നുമ്പോ അവൾ അങ്ങ് പോകും. അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവും. ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് കൂടാൻ ഈ വീടങ്ങ് ഞാൻ വാങ്ങി. അത് കൊള്ളാം. നമ്മുടെ നാടൻപാട്ടിന്റെ ടീമില്ലേ, അവരിടയ്ക്ക് വരും, കൂടും. അതെ അതെ, പക്ഷേ ഈ സത്യ ഇങ്ങനെ ഇരിക്കണ നോക്കണ്ട. ആളൊരു റൊമാൻറ്റിക് ഹീറോണ്. ആ പെണ്ണിനെ വളയ്ക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് എണീക്കണം. അതെ, ബാംഗ്ലൂർ അതിരാവിലുള്ള തണുപ്പിനെ കുറിച്ച് അറിയാലോ. അതികഠിന എക്സസൈസ്, ഓട്ടം, ചാട്ടം,
അതിന്റെ ഇടയില ഈ കള്ളന്റെ ഒരു പ്രേമം. അതെ, ഇടയ്ക്കൊക്കെ ട്രെയിനേഴ്സിന്റെ കണ്ണു പറ്റിച്ച് ഇവൻ അവളോടൊന്ന് സംസാരിക്കണം. എന്റെ അമ്മോ, ഓ അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ചാട. സത്യം പറഞ്ഞ ചില നേരത്ത് ദേഷ്യം വരാറുണ്ട്. ആ പിന്നെ എപ്പോഴും ഇവര് രണ്ടുപേരും പ്രണയത്തിലായി. പിന്നെ അവര് തമ്മിൽ ഓട്ടായി, ചാട്ടായി, ഒളിച്ചുകളിയായി. എനിക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരാ, അവരാണ് സിനിമ വെക്കാറ്. ഇത് ഇവനൊക്കെ അടിച്ചു പിരിയായിട്ട് എവിടെ പോയി കിടക്കണ്? ആരാ ഈ രാത്രിയില്?
മാഷേ എനിക്ക് മാഷേ നമുക്ക് പോവാം. അവൻ പോയിന്നോ തോന്നണേ. ജോർജേ, സത്യ, സത്യ, സത്യ,
ഹലോ, പോലീസ് സ്റ്റേഷൻ? സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. എത്രയും പെട്ടെന്ന് വടക്കാഞ്ചേരി സ്റ്റേഷൻ എസ്ഐയുമായി ബന്ധപ്പെടുക. ഓവർ. സർ, ഫോൺ വിളിച്ച ആള് പറഞ്ഞത് പ്രതി വാതിൽ കുത്തി തുറന്ന് അകത്ത് കയറിയെന്നാണല്ലോ. പക്ഷേ ഇവിടെ വാതിൽ പൊളിഞ്ഞൊന്നും കാണുന്നില്ല. താനപ്പോ എവിടെയായിരുന്നു? വാതിൽ ആര് വിളിച്ചോന്നാ പറയണേ? അത് തന്നെ എനിക്കും മനസ്സിലാവാത്തത്. കൊന്നൂന്നൊക്കെയാ പറയണേ. ആർക്കറിയാം? ഇനിയിപ്പോ നുണ പറയായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം എന്ത് ചെയ്യാനാ സാറേ? കോയമ്പത്തൂര് ഏതോ കോളേജിലാ കൊച്ചു പഠിക്കണേ. തൃശ്ശൂര് ചെക്കനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കൊല്ലത്തെവിടെ കണ്ടല്ലോ പെണ്ണിന്റെ വീട്. ആ, കൊല്ലത്തെവിടെയും കണ്ടാണ്. ഇവളുടെ അമ്മയാണെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കണ്ടായിരുന്നു. ഫോൺ വിളിച്ചപ്പോ കിട്ടിയില്ല. കൂട്ടുകാരിനെ വിളിച്ചപ്പോ കൂട്ടുകാരി പറഞ്ഞു അവള് തൃശ്ശൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ നേരെ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. അമ്മ മകളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പണിയില്ലേ? അങ്ങനെ പറയാം. നമ്മുടെ SI രാജൻ സാറില്ലേ, പുള്ളിക്കാരനാണ് ഇവരെ പൊക്കിയത്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു സദാചാരം. രണ്ടും കൂടി ബൈക്ക് ഒതുക്കി വാഴാനി ഡാമിന്റെ അവിടെ നിന്ന് കുറുങ്ങിയതാ. അന്നേരം രാജൻ സാറങ്ങ് പൊക്കി. കേസ് ഉണ്ടല്ലോ. ഇനിയിപ്പോ എന്താണ്ടാവെന്നറിയോ? മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കണം. മജിസ്ട്രേറ്റിന് കണ്ട് ബോധ്യപ്പെടണം. അതെ തന്തയ്ക്കും തള്ളയ്ക്കും പണിയായി. വീട്ടുകാരറിയാണ്ട് കറങ്ങി നടക്കണ പിള്ളേർക്കൊരു പാടാണത്. ഒരു മക്കളുണ്ടായ ഇവിടെ കണ്ടല്ല ആ ഫാം വരുന്നത്. ആ ഭാഗത്ത് എവിടെയും കണ്ടാണ് സാർ. നേരെ പോയാൽ മതി എന്നാ പറഞ്ഞേ. ഇവിടെ ആളനക്കൊന്നുമില്ലല്ലോ. ഇതാ ഫാം എന്ന് തോന്നുന്നു. ഫാമും പരിസരവും വ്യക്തമായി പരിശോധിക്കണം സർ. സംശയാസ്പദമായിട്ട് എന്ത് കണ്ടാലും നോട്ട് ചെയ്യാൻ മറക്കരുത്. ശരി. CCTV ഉണ്ടോ ഒന്ന് വ്യക്തമായി നോക്കിക്കോ. ഓക്കെ. എന്താ സാറേ? ഇവിടെ ഒരുത്തൻ.
കാര്യം പറഞ്ഞു തരാടാ, നടക്കടാ നീ. മാലവറി കുത്തിപ്പൊളി ഒക്കെ വെച്ച് തരാടാ നിനക്ക്. എന്തോ സാറേ ഇതൊന്നും വിളരിക്കപ്പെടണോ? നിനക്കെന്താടാ ഇവിടെ കാര്യം? അയ്യോ സാറേ, അയ്യോ സാറേ പറ്റിപ്പോയി സാറേ. സാറേ മേജോട്ട് കളിയൊന്നും വേണ്ട കേട്ടോ. ഞാനായിരുന്നു, എനിക്ക് അറിയില്ല. നീ ആരാ? ഞാനും മെമ്പർ സന്ദീപിന്റെ അളിയനാ. ഓ, മെമ്പർ സന്ദീപിന്റെ അളിയനാണോ? അപ്പൊ കാര്യങ്ങളൊക്കെ എളുപ്പമായി. വിളിക്കട്ടെ സാർ. സാറേ ഞാനേ എസ് ഐനെ ഒന്ന് വിളിക്കട്ടെ. സാർ പറയാം സാർ ആളിയെ വിളിക്കണേ പ്ലീസ് സാർ. സാറേ ആ സാറേ ഇതെവിടെ ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. വിടരുതവനെ. സാറേ പക്ഷെ അവനെ മുണ്ടും ഷർട്ടുമാണ്. അതൊക്കെ അവൻ മാറിയതായിരിക്കും. അവനെയും കൊണ്ടുവരേ. ഓക്കെ സാർ, ഓക്കെ സാറേ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങോട്ട് നടക്കടാ. അപ്പോ നിങ്ങൾ പറഞ്ഞതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. വാതിൽ പൊളിച്ചു എന്ന് പറയുന്നത് ശരിയാണ് സാർ. ഞങ്ങളെ അവൻ കൊല്ലാൻ നോക്കി. നിങ്ങൾ പറയുന്ന അങ്ങോട്ട് മാച്ചാവുന്നല്ലോ മാഷേ. സർ, ഇതാണ് നമ്മുടെ ഓട്ടക്കാരൻ. ഇവനെ അങ്ങോട്ട് മാറ്റി നിർത്ത്. മാറി കിടക്കരുത്. ഇവനാണ് സാറേ ചാരായൻ സുനി, നമ്മുടെ മെമ്പർ സന്ദീപിന്റെ അളിയനാ. താൻ അവരുടെ മൊഴിയെടുക്ക്. ശരി സാർ. അവിടെ ഇരിക്കടാ സാർ. ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേ. സാറേ ഓ പോയി സാറേ, ഒന്ന് പറയാം സാറേ. ഉണ്ടായില്ലടാ. സാറേ ദേവരാള് ദേവരുത്താൻ അവനെ പിടിച്ചോ. ഇവന്മാര് സീൻ ഇതുവരെ വിട്ടില്ലേ? അവനെ നോക്ക്. സാറേ ദേ മുകളിൽ ഒരു പെണ്ണ്. എടി താഴെ പോലീസ്. എന്ത് പണ്ടാറണാവോ? എന്താടാ പരിപാടി? വാ നടക്ക്, പുറത്തേക്ക് ഇറങ്ങ്. ആ നീ എന്താ ഇവിടെ? നിങ്ങളോട് രണ്ടുപേരോടും എസ് ഐ സാറ് താഴേക്ക് വരാൻ പറഞ്ഞു. നടക്ക്. ചെല്ല്. ആ നീയോ? നീ എന്താടാ ഇവിടെ? സാറേ ഞാൻ ഇവിടെ റിഹേഴ്സലിന് വന്നാ. എന്ത് കൊല്ലാനോ? കൊല്ലാനോ? ആരെ കൊല്ലാൻ? ഇവളേതാ? ഇതെന്റെ ഫ്രണ്ടാ. എന്ത് മോശം ഇതൊക്കെ. നിർത്തടി നിന്റെ കരച്ചിലേ. കരച്ചിലൊക്കെ അങ്ങ് സ്റ്റേഷൻ ചെയ്തിട്ട് മതി. അവനെ പിടി അവനെ. ഞങ്ങൾ ഇറങ്ങി ഓടി സാർ. ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ അമ്മോ, എന്തൊരു തള്ള സാറേ ഇത്. ഞങ്ങൾ അവിടെ ഇട്ട് മൃഗീയമായി തല്ലി. സാറേ ഇത് നുണയാ. അത് നിനക്ക് എങ്ങനെയാ അറിയാ? അത് പിന്നെ കേട്ടറിഞ്ഞൂടെ? നീ മുടി വെട്ടാൻ പറഞ്ഞപ്പോ എസ് ഐയുടെ അടുത്ത് എന്താ ആട്ടണല്ലേ? സാറെങ്ങോട്ടാ ഓടിയത്? സാറേ ഞാനൊന്നും ചെയ്തില്ല സാറേ. തല്ല സാറേ. നിന്നോട് ഞാൻ മുടി വെട്ടാൻ പറഞ്ഞല്ലോ. സാർ നല്ല ചൂടാണല്ലോ. പ്ലീസ് സാറേ ഒന്ന് പോയി സംസാരിച്ചു നോക്ക്. നീയല്ലടാ അവരെ കൊന്നത്. എനിക്കൊന്നും അറിയില്ല സാറേ. പ്ലീസ് അല്ലല്ല സാറേ. ആ എന്താ മെമ്പറെ സുഖല്ലേ? നമ്മുടെ പൈനാ സാറേ 3 കുപ്പി മറ്റവനാ കുഴിച്ചിടാൻ പോയതാ. പിള്ളേര് പഴിപ്പിച്ച് കാണും. ആ ചെറിയ ചടങ്ങൊക്കെ കഴിഞ്ഞാൽ വിട്ടേക്കാം. അല്ലാ സാറേ ഉപദ്രവിക്കണ്ട. ശരി ആയിക്കോട്ടെ. സത്യത്തിലൂടെ എന്താ സംഭവിച്ചേ? ഇന്നലെ രാത്രി 3-4 കൂടിയതാ. മറ്റതെന്നാ തോന്നണേ. 2 കാണാനില്ല. തീർന്നു എന്നാ തോന്നണത്. ബോഡിയാണെങ്കിൽ കാണാനുമില്ല. അളിയനോട് ഞാൻ സഹായിച്ചു എന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ഓ അപ്പൊ കൊണ്ടുപോകണില്ലേ? വേണ്ട സാറേ, 2 ആഴ്ച കിടക്കട്ടെ. ഞാനൊരു മെമ്പറായപ്പോൾ അവരെന്നെ സ്നേഹിച്ചു തുടങ്ങിയതാ. ആ പെണ്ണിനെയും കരയിപ്പിച്ചു. പന്ന തന്ത. നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടും. നിങ്ങൾ പറഞ്ഞ പ്രകാരം ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ആ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. ഷാൻഡി ഇവരുടെ മത്സരം തയ്യാറാക്ക്. ആ പറഞ്ഞത് ശരിയാണെങ്കിൽ മർഡറാണ്. എല്ലാം തൂങ്ങും. ഞാൻ CSRനെ ഒന്ന് വിളിക്കട്ടെ.
എവിടേക്കാ നിക്ക് എന്താ സാർ ഇവിടെ എന്താ പ്രശ്നം? അർജുൻ. യെസ് സർ. ഇതിങ്ങെടുത്തോ. ശരി സർ. പോലീസിനോട് പേടിച്ചു സാറേ. എന്താ അവിടെ? അത് നാട്ടുകാരൊക്കെയാണ് സാർ. ആരെയും ഇങ്ങോട്ട് കടത്തി വിടണ്ട. രാജീവ് നോക്കുന്നുണ്ട് സാർ. ഇതിങ്ങെടുത്തോ. ഓക്കെ. സാർ ഒന്ന് കണ്ടോട്ടെ സാറേ. കണ്ടോട്ടെ. ആ രാമേട്ട ഷാപ്പിംഗ് മോളില്ലേ? സാർ. യെസ് ജോബിൻ. ഇവിടെ ആകെ കുഴഞ്ഞു പറഞ്ഞ് നടക്കാണ് സാർ. സാറിന് ഇവിടെ വരെ വന്നാൽ. ജോബിൻ ഞാൻ ഓൺ ദ വേ ആണ്. ഓക്കെ സാർ. പെട്ടെന്ന് വിട്ടെ. ശരി സാർ. എവിടെയാണ് അവരെ കൊന്നു കുഴിച്ചു മൂടിയത്? അത് നീയാണ് തീരുമാനിക്കുന്നത്. അവനൊന്നും ചെയ്യണ്ട സാറേ. മുടിയും താടിയും വളർത്തി നടക്കാം തെണ്ടികൾ. അവൻ നിരപരാധിയാണ്. ചെയ്തിട്ടില്ല. അവനൊന്നും അറിയില്ല. ഓ തനിക്ക് എങ്ങനെ അറിയാം? സാർ. എന്താടോ ഇവിടുത്തെ കാര്യങ്ങൾ? സാർ അവർ പറയുന്ന പോലെ വാതിലൊന്നും പൊളിച്ചിട്ടൊന്നുമില്ല. പക്ഷേ രണ്ടുപേരും മിസ്സിംഗ് ആണ്. ഇവരെന്തോ ഇവിടെ നാടൻ പാട്ടിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടവരാ. ഇവർക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ലെന്നാ പറയുന്നേ. സാർ ഈ ഡോറ് പൊളിച്ചകത്ത് കിടന്നു അവർ പറഞ്ഞേ. താനിതൊന്നും കണ്ടില്ലടോ? സാർ അത് എത്രയും പെട്ടെന്ന് സാമ്പിൾസ് എടുത്ത് ടെസ്റ്റിന് അയക്കണം. സാർ ഈ വീടും പരിസരവും ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യണം. ഒരു തെളിവും നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഫോറൻസിക്കിനെ വിളിക്കുക. DYSP സാറിനെ ഞാൻ ഇൻഫോം ചെയ്യാം. ഇവന്മാരെല്ലാം വിശദമായി ചോദ്യം ചെയ്യണം. ഈ വീട് പൂട്ടി സീൽ ചെയ്ത് 2 പേർ ഡ്യൂട്ടിക്ക് ഇരിക്കട്ടെ. പ്രത്യേകിച്ച് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അറിയിക്കണം. ഓക്കെ സാർ. CCTV ഫുട്ടേജസ് കളക്ട് ചെയ്യാൻ മറക്കരുത്. കളക്ട് ചെയ്യാം സാർ. ഫോമിൻ്റെ അവിടെ പോയതാരോ? അർജുനും നവീനുമാണ് സാർ. പ്രത്യേകിച്ച് എന്തെങ്കിലും? സാർ ഇവർ പറയുന്ന പോലത്തെ യാതൊരു പ്രശ്നങ്ങളും അവിടെ കാണാനില്ല. പക്ഷെ ഒരു സംഘർഷം നടന്നതിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഉണ്ട്. എന്നിട്ട് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരുത്തനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. എന്നിട്ട് അവൻ എവിടെ? അത് നമ്മുടെ മെമ്പറുടെ അളിയനാ സാറേ. ആരായാലും അവന് സ്റ്റേഷനിലേക്ക് എടുത്തേക്ക്. ഓക്കെ സാർ. സാർ പിന്നെ നമ്മുടെ CCTV ഫുട്ടേജ് ഇട്ടാൻ മെമ്പറിന്റെ സഹായം വേണം. കാരണം ആളുടെ ഫാമാണിത്. ഒരു മയത്തിലൊക്കെ എടുക്കടോ. ഓക്കെ സാർ. സാറേ ഒരാളെ പുല്ലിൻ്റെ അവിടെ വെച്ച് മരണ ചെയ്തു എന്നാണ് പറയുന്നത്. നമുക്ക് കത്തിക്കരിഞ്ഞ ഗ്ലൗസ് കിട്ടിയതും അവിടെ നിന്നാണ്. ഇതൊക്കെ എന്താടോ? ഇവിടെ എന്തോ നാടൻപാട്ടിൻ്റെ റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. സാറേ ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. നമുക്കൊന്ന് വരട്ടിയാലോ സാറേ? ഹേയ് നോ, ഇറ്റ്സ് എ സീനിയർ സിറ്റിസൺ. അധ്യാപകർ കൂടിയാടോ. നുണക്കി വിട്ടാലോ സാറേ? വേണം. അതിനു മുന്നേ നമുക്ക് അവരൊന്നുകൂടി കാണണം. സൈബർ എടുക്കണം വിത്തിൻ അവേഴ്സ്. CCTV ഫുട്ടേജസ് കിട്ടിയിരിക്കണം. സാർ ഞാൻ ഉറങ്ങിക്കിടക്കായിരുന്നു. റൂമിലാരെ കാൽപ്പെരുമാറ്റം കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റതാണ്. ആരും എന്നെ ആക്രമിച്ചു. മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല സാർ. എനിക്ക് ലൈറ്റ് ഇടാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഒരാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെന്താണ് സംഭവിച്ചത്? ലൈറ്റ് ഇട്ടത് നീല മാഷാണ്. അപ്പോഴേക്കും മാഷ് എന്നെ കൂട്ടി പുറത്തേക്ക് പോയി.
അപ്പോഴത്തെ വെപ്രാളത്തിൽ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കൊന്നും അറിയില്ല. ഉറങ്ങാൻ കിടക്കുന്ന നേരം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ സാർ, എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ല, ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് മറക്കുന്നുണ്ടോ? എന്തിന്? ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് സാർ. ഒരാൾ ഞങ്ങളെ ആക്രമിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഇതത്ര നിസ്സാര കേസല്ല. നിങ്ങളുടെ കൂട്ടുകാരൻ പറയുന്നത് നിങ്ങളാരെ കൊല്ലാൻ ശ്രമിച്ചെന്നു, മറ്റു രണ്ടുപേരെ കൊന്നു എന്നൊക്കെ. അവരെ കൊന്നെങ്കിൽ അവരുടെ ബോഡി എവിടെ? ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊന്നും അറിയില്ല. കേസ് മാൻ മിസ്സിങ്ങാ. ബോഡി കിട്ടിയാലും മർഡർ ആകൂ. ശേഷിച്ച കാലം രണ്ടുപേർക്കും ഉണ്ടെന്ന് കിടക്കാം. നന്നായി ഒന്ന് ആലോചിക്ക്. മാഷിനെ അങ്ങോട്ട് കൊണ്ടുപോകോ. സാറേ, ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആകെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ്. ഫോറൻസിക് വന്നാൽ എന്തേലും നടക്കുള്ളൂ. ഇവിടെ ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എല്ലാം തള്ളാണ് സാറേ. തള്ള നോണയാണ് സാറേ. ഫോറൻസിക് കിട്ടാൻ ഞാൻ DYSP സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ വന്നല്ലോ. അർജുൻ എങ്ങോട്ട് പോയെ? CCTVൻ്റെ ഫുട്ടേജ് എടുക്കാൻ വിട്ടിരുന്നു. ഏത് ഭാഗത്തെയോ? ഫാമിൻ്റെ ഭാഗത്തെ. സാർ, പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ഫുട്ടേജസ് കാണാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യ് പെട്ടെന്ന്. യെസ് സാർ, റെഡിയാക്കാം. ഇവരെ ആരോ ഫോളോ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇവര് മാത്രല്ലേ കാണുന്നുള്ളൂ. സൂം ചെയ്ത് നോക്കി. യെസ് സാർ. ഇത് ഫാമിൻ്റെ ഭാഗത്തുള്ള പാടത്തിൻ്റെ ഏരിയയാണ് സാർ. ഇവിടെയും ആ വിഷ്വൽസ് ആണ് സാർ. സ്റ്റോപ്പ്. അപ്പൊ നിങ്ങൾ അവനെ ശരിക്കും കണ്ടു? കണ്ടു സാർ. ഇനിയും കണ്ടാൽ അവനെ തിരിച്ചറിയോ? അറിയാം സാർ. നിങ്ങളിവിടെ എന്തിനാ വന്നത്? സംയോഗവിയോഗങ്ങളുടെ അത്ഭുത സംഗമത്തിൻ്റെ പേരല്ലേ ജീവിതം. ജീവിതത്തിൻ്റെ ഭയങ്കര രഹസ്യം. ഒരു കൊച്ചു ബാലൻ കടൽ തീരത്ത് മണൽക്കോട്ട കെട്ടുകയാണ്. കടലിൽ നിന്നും വരുന്ന വൻ തിര അതിനെ അടിച്ചു തകർക്കുന്നു. ശിശുവിൻ്റെ ലോകം എത്ര സുന്ദരമാണ്. അവൻ്റെ അജ്ഞത ആനന്ദമാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, 30 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്നും നമ്മുടെ നീലാഞ്ജനൻ മാഷും രതീഷ് മാഷും വിരമിക്കുകയാണ്. ചെറിയൊരു ചടങ്ങിലൂടെ നമ്മൾ ഇന്ന് അവരെ സ്വഗ്രഹത്തിലേക്ക് യാത്രയാക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ധനേഷ് മാസ്റ്ററെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അധ്യക്ഷവേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ ആദരണീയരെ, വിദ്യാർത്ഥികളുടെ നീലൻ മാഷ് എന്നറിയപ്പെടുന്ന നീലാഞ്ജൻ മാഷ് വിദ്യാർത്ഥികളുടെ അധ്യാപകനായിട്ടല്ല അവർ കണ്ടുകൊണ്ടിരുന്നത്, രക്ഷിതാവായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. 30 വർഷം 30 തലമുറകളെ നന്മയുടെ വഴിയിലേക്ക് നയിച്ച നീലാഞ്ജൻ മാഷിനെ, നീലം മാഷിനെ നമ്മളെന്നും ഓർക്കണം. നമ്മളെല്ലാവരുടെയും അഭിമാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ യാത്രയയപ്പ്, വിശ്രമജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി നീലാഞ്ജൻ മാഷിനെയും രതീഷ് മാഷിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ
MLAയെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്. അന്യർക്ക് വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് സ്വയം ഇല്ലാതെയാകുന്നവൻ. അക്ഷരങ്ങളിൽ പിച്ചവെച്ച് നടത്തിച്ച് അറിവിൻ്റെ ലോകത്തേക്ക് എനിക്ക് വെളിച്ചം നൽകി എന്നെ ഞാനാക്കിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് റിട്ടയർഡാകുന്ന നീലൻ മാഷിനും രതീഷ് മാഷിനും ഒരു പ്രത്യേക സ്നേഹോപഹാരം ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ MLA. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഒരു സ്കൂൾ മാഷ് ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ചില ജീവിത സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നു. എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ ഓർമ്മയിൽ ഞാനൊരു കവിത തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി അതിവിടെ ഞാൻ ആലപിക്കുകയാണ്. ഒരിക്കൽ മാത്രം അനുഭവ്യമാകുന്ന സുന്ദര സുരഭില സൗഭാഗ്യമേ ജീവിതമേ ജീവിതമേ പാവന മാനവ ജീവിതമേ. ജീവിതയാത്രാ നാളുകളിന്നാരംഭത്തിൽ നിർമ്മല നിഷ്കളങ്ക നാളുകളിൽ ജീവിതയാത്രാ നാളുകളിന്നാരംഭത്തിൽ നിർമ്മല നിഷ്കളങ്ക നാളുകളിൽ തീക്ഷ്ണ ക്രൂര വിനോദമേകി പരീക്ഷണത്തിൻ പാത്രമായി ജീവിതമാകുന്ന യാത്രയതിൽ ജീവിത സായാഹ്ന വേളയതിൽ ആത്മസംതൃപ്ത സായുജ്യമേകി വിനയാന്വിതനായി തുടരുന്നു വിനയാന്വിതനായി തുടരുന്നു. എന്താ ഭാഷ ഉറക്കത്തിലായിരുന്നു? ഏയ് ആ ജോർജ് ഇരിക്ക്. ആ ഇരിക്കും മാഷെ. ആ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ മാഷെ. ആ അത് തന്നെയാ എൻ്റെയും പ്രശ്നം. ആ ഇതാനില്ലേ മാഷ്, ആ പട്ടാമ്പി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന.
പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് മാഷ്ക്ക് അറിയാലോ. ഒരറ്റവും മുട്ടാതെ സമാന്തര രേഖയിൽ അങ്ങനെ പോകുന്നു. സ്കൂൾ ലൈഫിൽ നിന്ന് മാറിയതിന് ശേഷം ജീവിതത്തിലൊരു ശ്മശാനമാവുതേ മാഷേ. നമ്മുടെ കാര്യം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ ചോകടിച്ചിട്ട് കാര്യമില്ല. ഇനി പോയപ്പോൾ എത്ര വർഷമുണ്ട് മാഷേ? നമുക്ക് അത് ആർക്കും തന്നെ നശിപ്പിക്കണോ? മാഷേ ഇനി കിട്ടാൻ പോണ നമുക്ക് ബോണസ് കാല. മാഷുവാ, മാഷും കൊണ്ട് ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവുള്ളൂ. അല്ല മാഷേ, ഒന്ന് പറഞ്ഞു കൊടുത്ത മാഷേ. ഇനി ആലോചിക്കാനൊന്നുമില്ല, നമുക്ക് ആഘോഷിക്കാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് വെക്കാതെ വാ മാഷേ. വാ മാഷേ, എന്തുട്ട് എങ്ങനെ ആലോചിച്ച് വാ. Boom bam boom pakala pakala pe 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 pakala pakala sokkanakka pakala pakala boom bam boom pe pe pe. കുത്തൊഴുക്ക് നീണ്ട പുഴയെ ഒത്തുലക്ക് വഴിയെ വഴിയെ വട്ടമിട്ട് വാനം തിരിയെ അന്തം വിട്ട് ഇതിലെ ഇതിലെ ബൂം ബാം ബൂം പക്കല പക്കല പെപ്പെ പെ പക്കല പക്കല സൊക്കനക്ക പക്കല പക്കല ബൂം ബാം ബൂം പെപ്പെ പെ. ദൂരെ ദൂരെ പോകാലോ, കണ്ണും ചിമ്മി പോകാലോ, മെല്ലെ മെല്ലെ ബീഡിന്ന് ദമ്മെടുക്കാലോ. കട്ടൻ കപ്പി പോലെ ഒരു കളറ് വന്നെങ്കിൽ പവറ്, കളറ് തന്നൊരു പവർ കൊണ്ട് മെല്ലെ മൂളാലോ. ഡമുക്കിറ ഡുമുക്കിറ ലവപ്പര ഗുമുക്കിറാൻ ലവപ്പര ഗുമുക്കിറാൻ ലവപ്പരണ്ട. ഡമുക്കിറ ഡുമുക്കിറ ലവപ്പര ഡുമുക്കിറാൻ ലവപ്പര ഡുമുക്കിറാൻ ലവപ്പരണ്ട. മോഹങ്ങൾ വിരിയണം, അതിനായി ഉണരണം, നിറമുള്ള ചിറകാലെ പാറി പറക്കാം. അല്ലിമല്ലിപ്പൂ പോലെ താളം തുള്ളും പൂഞ്ചോലെ, കണ്ണിൽ കാണും ലോകത്ത് ചേരാം മച്ചാനെ. കൂടെ കൂടെ ഒന്നായി കണ്ണീരൊപ്പാം ചെങ്ങായി, നീയും ഞാനും ചങ്കായ എല്ലാം വരുവേ. ഡമക്കിറ ഡുമക്കിറ ലവപ്പര ഡുമക്കിറാൻ ലവപ്പര ഡുമക്കിറാൻ ലവപ്പരണ്ട. ബൂം ബാം ബൂം പക്കല പക്കല പെപ്പെ പെ പക്കല പക്കല സൊക്കനക്ക പക്കല പക്കല ബൂം ബാം ബൂം പെപ്പെ പെ. ഗാഡി ഗാഡി എന്താടാ? നിക്കടാ കാരണന്മാർക്ക് ഇതാണ് പരിപാടി ഇവിടെ അല്ലേ? വാ 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 വാ. എന്തായിരുന്നു അവിടെ പരിപാടി? വെറുതെ ഇരുന്ന് ബോറടിച്ചു പോയി. ഭാവിയിൽ ആവശ്യമൊന്നുമല്ല. മാഷല്ലത് മാഷേ, ഇതെന്തത്? നീലമാഷിന് എന്നെ മനസ്സിലായില്ലേ? മാഷിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ അഭിജിത്ത മാഷേ. ഒന്ന് ഓർത്തു നോക്കിയേ, മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പണ്ട് പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം എന്ന് ചോദിച്ചില്ലേ? അന്ന് എല്ലാവരും അവരെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോലീസ് ആവണമെന്നാ. അന്ന് എല്ലാവരും എന്നെ കുള്ളനസേ എന്ന് വിളിച്ച് കളിയാക്കി. പക്ഷേ മാഷ് മാത്രമാണ് എനിക്കൊരു ധൈര്യം തന്നത്. ആ ധൈര്യം തന്നെയാണ് ഇന്ന് എല്ലാവരുടെ മുന്നിൽ ഒരു പോലീസുകാരനായിട്ട് നട്ടൽ ഉയർത്തി നിൽക്കുന്നത്. പി ടി മാഷേ, കുട്ടികൾക്കൊക്കെ മാതൃകയാവേണ്ട മാഷുമാരല്ലേ നിങ്ങളൊക്കെ? നിങ്ങളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മാഷ് കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ? മാഷ് കഞ്ചാവ് അടിച്ചിട്ടുണ്ടാന്ന്?
എടാ അച്ഛന്റെ പ്രായമുള്ളവരെ കിട്ടിയോടാ നിനക്കൊക്കെ കുടിച്ച് കൂത്താടാൻ. മാഷ സൈഡപ്പന അപ്പനാണെങ്കിൽ നിനക്കെന്താടാ? ഡാ അല്ലാന്ന് വിട്ടോടാ. എസ്കേപ്പ് പോയി പിടിച്ചിട്ട് വേടോ. പത്ത് 30 വർഷം അധ്യാപകനായി ജീവിച്ചില്ലേ, ഇനി ബാക്കിയുള്ള കാലം നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് ജീവിക്കും മാഷേ. എന്നിട്ട് സമാധാനത്തോടെ മരിക്ക്. നീയൊക്കെ ഓടൂലടാ. കേറങ്ങട് കേറ്. ഓടിയതല്ല സാർ, മൂത്രയ്ക്കാൻ പോയതല്ലേ. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഇതുപോലെ ഉണ്ടായാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലാട്ടാ. ഇനി ഇത് ആവർത്തിക്കരുത്. കേറോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവിടുത്തെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ടെന്നാ പറയണേ. ജീവിതത്തിൻ്റെ വലിയ തുടക്കം മരണമാണ്. അതർഹിക്കുന്നവർ അവർ തന്നെയാണ്. 1. പിതാവ് മരിക്കുന്ന പുത്രൻ ജീവിതം തുടങ്ങുന്നു. മറ്റൊന്ന്, നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതിനാൽ പിതാവിൻ്റെ പക്കലേക്ക് നയിക്കും മാലാഖയാണവൻ. സർ, സർ, ഫോറൻസിക്കിൽ നിന്നാണ്. കില്ലറെ ഇവിടെ ഒരാൾക്കറിയാം സർ. അവന്മാരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. എല്ലാവരോടും കയറാൻ പറ. ഇവരെ നടക്ക്.
മനുഷ്യജീവിതത്തിൽ ആത്മാവ് തേരിലെ സഞ്ചാരിയും ശരീരം രഥവും ബുദ്ധി സാരഥിയും മനസ്സ് കടിഞ്ഞാണുമാണ്. ഇന്ദ്രിയങ്ങൾ കുതിരകളുമാണ്. ഉപഭോഗത്തിനുള്ള വിഷയങ്ങൾ അതിൻ്റെ വഴികളാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന ആത്മാവ് ഭോക്താവുമാണ്. നാദവീചികളെ അഴുകിയും നാട്യചലനങ്ങളെ വർഷിച്ചും നാദവീചികളെ 1 2 3 4 1 2 3 4 1 2 3 4 അറ്റൻഷൻ സ്റ്റാൻഡേർഡീസ്. ഈ വരുന്ന ജില്ലാ മീറ്റിൽ നടക്കുന്ന മാർച്ച് പാസ്റ്റിൽ കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ നമ്മൾ തന്നെ വിജയികളാവണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ കൊല്ലം നേരത്തെ ജോർജ് മാഷേ, മാഷിനോട് ഓഫീസ് റൂമിലോട്ട് ചെല്ലാൻ ഹെഡ് മാഷ് പറഞ്ഞിട്ടുണ്ട്. ആ ശരി. ഇന്നു മുതൽ നമ്മൾ ഡെയിലി 1 hour പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം എല്ലാവരും ക്ലാസ്സിൽ പൊക്കോ. ഉച്ചയ്ക്ക് ശേഷമുള്ള ലാസ്റ്റ് അവർ എല്ലാവരും ഗ്രൗണ്ടിൽ വരണം. ഈ വർഷം നമുക്ക് 5 വേക്കൻസിനുള്ളത്. ഒരു വേക്കൻസിക്ക് 3 ലക്ഷം രൂപ വെച്ച് 15 ലക്ഷം രൂപ. ഇത്രയെങ്കിലും കിട്ടിയാലേ നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവും. തീർച്ചയായും. ഇല്ലെങ്കിൽ സംഗതിയൊക്കെ പോളും. മാത്രമല്ല ഈ അയ്യോ പാവം കേസൊന്നും എടുക്കേ വേണ്ട. ഏയ്, നമുക്ക് ഈ ആദർശത്തിന്റെ ആവശ്യം അത്രേ ഉള്ളൂ. നമുക്ക് ഏതായാലും വേണ്ടത് കാശാണ്. ഗുഡ് മോർണിംഗ് സാറേ. ആ മാനേജർ റൂം ഏതാ? അതെ, ഇടത് ഭാഗത്ത് കാണുന്ന റൂം. പുതിയ മാഷാണല്ലേ? ആ, എനിക്കിപ്പോൾ ക്ലാസ്. അതെ അതെ. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പരിചയപ്പെടാം. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. യെസ്, വരൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കി. ഇത് നീലാഞ്ജനൻ മാഷ്, മലയാള അധ്യാപകനാണ്. ഇത് പ്രേംകുമാർ സാർ, ബയോളജിയാണ് സബ്ജക്റ്റ്. അപ്പോ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ. ശരി മാഷേ. ഓ ശരി. അപ്പോൾ പറഞ്ഞ ക്യാഷൊക്കെ കൊണ്ടുവരുന്നുണ്ട് സാർ. ഒരുപാട് കഷ്ടപ്പെട്ട സാറേ ഇത്രയും കാശ് സംഘടിപ്പിച്ചേ. ആകെ ഉണ്ടായിരുന്ന 20 സെൻറ്റ് സ്ഥലം വെച്ച് ലോൺ എടുത്തതാ. അല്ല സാറ് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടിയില്ലേ? ഇനി ടെൻഷനൊന്നും അടിക്കണ്ട. കടങ്ങളൊക്കെ വീട്ടാലാ. വാ. അപ്പോൾ മാഷ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യല്ലേ? എന്നാ ഐശ്വര്യമായിട്ട് ഇന്ന് തന്നെ തുടങ്ങിക്കോ. അപ്പോൾ ഓക്കെ. ആ, ഇത് നമ്മുടെ നീലാഞ്ജനൻ മാഷ്. ആ 10 PO ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ. വീട് എവിടെയാ? എൻ്റെ വീട് കുറ്റിപ്പുറം. മാഷിന്റെ വീട് അടുത്ത് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണ് മാഷെ. അത് ശരി. കുട്ടികളൊക്കെ നല്ല പഠിക്കണ കൂട്ടത്തിൽപ്പെട്ട കുട്ടികളാ. അതെ, കുഴപ്പക്കാരൊന്നല്ല. അത് പുതിയ ബ്ലോക്കാണല്ലേ? അത് പുതിയ ബ്ലോക്ക്. കമ്പ്യൂട്ടർ ലാബൊക്കെ അവിടെയാണ് വരുന്നത്. മാഷെ, ഇതാണ് 10 B. എന്നാ ശരി മാഷെ, താങ്ക്സ്. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാനാ നിങ്ങളുടെ പുതിയ മാഷ്. എന്താ മാഷിന്റെ പേര്? നീലാഞ്ജൻ. നൈസ് നെയിം. താങ്ക് യു. ഗുഡ് മോർണിംഗ് നീലൻ. ആഹാ, വെരി ഗുഡ് മോർണിംഗ്. അപ്പം നമുക്കൊന്ന് പരിചയപ്പെടാം. മോളുടെ പേരെന്താ? മായ. നല്ല പേര്. അതിനിതുവരെ ആരും മോശം പറഞ്ഞിട്ടില്ല. ഒന്നും മിണ്ടാണ്ടിരിക്കണ നല്ല ചുള്ളം മാഷ. അപ്പം നമുക്ക് ഇവിടം തുടങ്ങാം. ലക്ഷ്മി, ആര്യ, അനുജ, ഹിമജ, അഭിജിത്ത്. ഓ, അഭിജിത്ത്. സോഹൻ, ജോബിൻ. നിങ്ങളെല്ലാവരെയും എനിക്ക് പരിചയമായിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും നാളത്തെ നെടുന്തൂണുകളാവേണ്ട വൻ മരങ്ങളാണ്. മാഷൊന്ന് ചോദിക്കട്ടെ, എല്ലാവർക്കും ജീവിതത്തിൽ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടായിരിക്കും. മോൻ്റെ എയിം എന്താ? സാറേ, എനിക്ക് സയന്റിസ്റ്റ് ആണോ? വെരി ഗുഡ്. മായയുടെ എയിം എന്താ? എനിക്ക് അതിനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉണ്ടാവണം. സിറ്റ് ഡൗൺ. അഭിജിത്ത്. അഭിജിത്ത്. എന്താ സാർ? അഭിജിത്തിന്റെ എയിം എന്താ? എന്താ? എടാ, നിന്റെ ആഗ്രഹം എന്താന്ന്? സാർ, എനിക്ക് പോലീസ് ആവണം. വെരി ഗുഡ്. പോലീസാ? സൈലൻസ്, സൈലൻസ്.
സിഡൗൺ. ആരും കളിയാക്കരുത്. അഭിജിത്ത് നാളൊരു SI ആയാലോ? നിങ്ങൾ കേട്ടിട്ടില്ലേ, വികലാംഗയായി ജനിച്ച് ഓട്ടക്കാരി എന്ന ആഗ്രഹം കൊണ്ടു നടന്ന് ഒളിമ്പിക്സ് കീഴടക്കിയ വിൽമ റുഡോൾഫിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് അഭിജിത്തിനായിക്കൂടാ? എന്താ, ഇനി ആർക്കും ആഗ്രഹമൊന്നുമില്ലേ? മാഷേ, റമീസ് നന്നായി പാട്ട് പാടും. ആഹാ, റമീസ പാടുവോ? റമീസ 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 റമീസ. വരുമോ ഇതുവഴി നീ തിരികെ തരുമോ കുളിരല നീ നീ ചാരവാപ്പതി നെഞ്ചിൽ നീ റൂഹായി നീ മിഴിയിൽ നീ നിറയെ നെഞ്ചിൽ നീ റൂഹായി നീ മിഴിയിൽ നീ നിറയെ ആരികെ വരുമോ ഇതുവഴി നീ നീ ചാരവാപ്പതി. തമ്മിൽ കണ്ട നേരം ഉള്ളിൽ നെയ്ത മോഹം വിരലിനാൽ തഴുകുവാൻ തൊട്ടുരുമ്മി നീ വരുമോ? റൂഹായവളേ എൻ റൂഹിൽ നിറയെ ദൂരെ ദൂരെ ആരോ മോളും നിന്റെ നാമം വീണയിൽ മീട്ടവേ നീയൊന്നു വാരികേ. റൂഹായവളേ എൻ റൂഹിൽ നിറയെ മഞ്ഞു പെയ്യും മുത്തുപോലെ നീയൊരുങ്ങി വാ. നീയെടുക്കും നേരമെന്നിൽ എന്തു ദാഹമാ. അരികിൽ വന്നൊന്നു മൂളാമോ ഹിമഗണമാം നിൻ സംഗീതം. എന്തേ ഞങ്ങൾ നീലം മാസ്റ്റർ സ്കൂളിലെ അധ്യാപകരാണ്. വന്ന കാര്യം? ഇവിടുത്തെ അശ്വതിക്കുട്ടിക്ക് ഒരു വിവാഹാലോചനയായിട്ട് വന്നതാണ്. കല്യാണാലോചിക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അശ്വതിയും നീലം മാഷും തമ്മിൽ ഇഷ്ടത്തിലാണ്. കാശ് കൊടുത്ത് കിട്ടിയ ജോലിയല്ലേ, അതത്ര വലിയ കേമത്തരൊന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും പോവാന്നതേ ഉള്ളൂ. ഇല്ലമ്മേ, ഇത് അത്ര പെട്ടെന്ന് പോകുന്ന ജോലിയൊന്നല്ല. വേണ്ട, ഇന്ന് അച്ഛനെ മരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ പറയരുത്. കാശ് കൊടുത്താലിപ്പോ എന്താ, സ്കൂളിലെ മാഷല്ലേ? കണ്ണിക്കണ്ട സ്കൂളിലെ മാഷന്മാരല്ല ഞങ്ങളുടെ മോളുടെ കല്യാണം തീരുമാനിക്കണത്. കുറെ മാഷന്മാര് വന്നേക്കണു. ഞങ്ങൾക്ക് താല്പര്യമില്ല. എനിക്ക് മാഷിനെ ഇഷ്ടാ. ഞാൻ മാഷിനെ കല്യാണം കഴിക്കൂ. ഇനി അകത്ത് പൊടി. ഒരു നീലം മാഷും ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തീരുമാനിക്കേ. ഇപ്പൊ ചെയ്തതൊക്കെ ഇതിങ്ങനെയാണെങ്കിൽ റൂഹായവളേ എൻ റൂഹിൽ നിറയെ
ഓരോരോ ബാധ്യതകൾ കഴിയുമ്പോഴേ പുതിയത് ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അതൊക്കെ അവൻ നോക്കിയോളും. അവനൊരു ജോലി ഉണ്ടല്ലോ. നീലനെവിടെ? അപ്പുറത്തുണ്ട്. കൊള്ളാലേ? പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടുമോരം ചെരിഞ്ഞു മടങ്ങിയിരുന്നമ്മ. നീരറ്റുപറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാത മാറോടു ചേർത്തു വച്ചിട്ടുണ്ട്. എങ്ങോട്ടു പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ കണ്ണുകൾ മങ്ങിപ്പഴകിയ. നിങ്ങളാരാ? താനാരാ? ഇതേതാ സ്ഥലം എന്നറിയോ? ആ അറിയാം. കേറിവാടി. നിന്നോടല്ലടി ഇന്ന് ഞാൻ സ്കൂളിൽ പോണെന്ന് പറഞ്ഞേ. നിങ്ങളെ ചോദിച്ചേ? നിങ്ങളല്ലേ ചോദിക്കണേ? അതെ, ഈ പ്രശ്നത്തിൽ മാഷ ഇടപെടണ്ട. ഇത് ഞങ്ങളെ കുടുംബ പ്രശ്നമാണ്. ഇത് അവളെ കുഞ്ഞമ്മ, ഞാൻ അവളെ കെട്ടിയവൻ. ഇനി മാഷിക്ക് എന്തെങ്കിലും അറിയാണ്ടോ? ഇത് സ്കൂളാണ്, വീടല്ല. ഇവിടെ വേറെ കുട്ടികൾ പഠിക്കണ്ട്. മാഷത്തിൽ ഇടപെടണ്ട. ഈ നഷ്ടവളോട് ഇന്ന് സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞതാ. എന്നിട്ട് അവൾക്ക് കളക്ടറോട് പോലും പഠിക്കാൻ വന്നേക്കണം. എന്താ മാഷേ പ്രശ്നം? മാഷ ഇവർ ഈ കുട്ടിനെ ബലം പിടിച്ച് കൊണ്ടുപോവാണ്. താനീ വന്നേ തന്നോട് ഞാൻ പാടില്ല സ്കൂളിൽ വന്ന സീൻ ഉണ്ടാക്കരുത്. ഇവരെ കുട്ടിനെ തന്റെ കുട്ടി മാത്രമല്ല ഇവിടെ പഠിക്കണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓഫീസിൽ പോയി പറയണം. അത് പിന്നെ സാറേ, വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട്. ഈ അസത്തിനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ ഇന്ന് പോണ്ടാന്ന്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഇവിടെ ഓടി വന്ന് ഒളിച്ചിരിക്കല്ലേ. നിങ്ങളൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇതൊരു സ്കൂളാണ്. എന്താ മാഷേ, അവരവരോട് കുട്ടിയെ കൊണ്ടുപോട്ടെ അല്ലേ ജോർജ് മാഷേ? ആയിക്കോട്ടെ. മാഷ കുട്ടിക്കോട് താല്പര്യമില്ല പോവാൻ. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്ക്, ആകെ പേടിച്ചിരിക്കുകയാണ്. അതൊക്കെ അവളുടെ അടവല്ലേ മാഷേ, പെരും കള്ളിയാ. അതെ മാഷേ, എനിക്ക് ഒരു വർഷങ്ങളായിട്ട് അറിയാം. ഈ കുട്ടിയുടെ പേരൻസ് ആണ് അവര്. അവർ കൊണ്ടുപോട്ടെ മാഷേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഓഫീസിൽ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. താരവരെയും കുട്ടി ഓഫീസിൽ പോ. മോൾ ഓഫീസിലേക്ക് പൊക്കോ. മാഷ് ക്ലാസ് എടുക്ക്, അവരുടെ കാര്യങ്ങൾ അവർ നോക്കിയോളും. മാഷിന് ഈ പീരീഡ് ക്ലാസ്സിലേ, മാഷ് ക്ലാസ്സിൽ പോയേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ, ആ കുട്ടിയുടെ വിധി. ബാങ്കിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. നീ കാശ് അടച്ചില്ലേ? നീ ഒന്നും ചെയ്യണില്ല എന്നല്ല, എന്നാലും നമ്മുടെ വീടിന്റെ മുമ്പിൽ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോ നീ എന്തെങ്കിലും കാണിച്ച് കുറച്ച് കാശ് സംഘടിപ്പിച്ച് ആ ബാങ്കിലേക്ക് അടയ്ക്ക് കേട്ടോ. നീ എങ്ങട്ടാ? സാർ വർക്ക് തന്നില്ലേ, അത് കൊടുക്കാനാ. നീ എഴുതിയില്ല? നീ എഴുതിത്താ.
എന്നാ ശരി മാഷെ. മാഷിന് ഈ പീരീഡ് ക്ലാസ് ഇല്ലേ? ഇല്ലല്ലോ മാഷെ, ഫ്രീയാ. ഞാനിന്നേ ഒന്ന് നേരത്തെ പോയാലോ എന്ന് ആലോചിക്കുക. ആണോ? അതെന്താ മാഷെ, വീട്ടിൽ നിന്ന് വല്ല ആഘോഷമുണ്ടോ? വൈഫിനെയും കൊണ്ടൊന്ന് പുറത്തു പോകണം. ഞാൻ നേരത്തെ പോയാലേ നടക്കൂ. ഇന്ന് ലാസ്റ്റ് അവർ ഞാൻ ഫ്രീയാ. ഓ, ഭാര്യ സ്നേഹിയാണല്ലേ എൻ്റെ മാഷെ. മാഷിങ്ങനെ ഭാര്യയെ മാത്രം ധ്യാനിച്ചാണ് കഥ. ഇടക്കൊക്കെ ഒന്ന് മാറി ചിന്തിക്കണ്ട മാഷെ. കൈയക്ഷരം നന്നാക്കണോട്ടാ. ഇത് താൻ തന്നെ എഴുതിയതാണോ? ആ അതെ. ആ വന്നതിൽ ആ തട്ടിട്ട പിന്നെ ശ്രദ്ധിച്ചോ മാഷെ? ഇല്ലല്ലോ മാഷെ, എന്താ കാര്യം? അവക്കൊരു സെക്സി ലുക്കില്ലേ? എന്താ മാഷെ? മാഷെ എന്താ ഇത്? അവര് നമ്മുടെ മക്കളെ പോലല്ലേ മാഷെ? പഠിപ്പിക്കുന്ന കുട്ടികളെ ഇങ്ങനെയാണോ പറയുന്നത്? അവരെങ്ങനെ ഒരു കണ്ണിൽ നമ്മൾ കാണണോ? ഛേ, ഈ മാഷിനോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനാ, ഏകപത്നി വ്രതക്കാരനല്ലേ എൻ്റെ മാഷെ. ഈ ഭൂമിയിൽ സൗന്ദര്യമുള്ള എന്തിനേയും നമ്മൾ ആസ്വദിക്കണം. ഒഴിവിട്ടുമൊന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് ക്ലാസ് ഉണ്ട്. മാഷെ, ഇങ്ങനെയുള്ളവരെ അധ്യാപകരുടെ വില കളയണം. മാഷിനറിയോ, ഈ പ്രേംകുമാർ സാറും ജോർജ് സാറും ഒക്കെ ആ മാനേജറുടെ സ്വന്തം ആളുകളാണ്. മാത്രമല്ല നല്ല രാഷ്ട്രീയ പിടിപാടും ഉണ്ട്. ഞാനും ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടെ കയറിയത്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല മാഷെ, നമ്മുടെ പണി കളയും. മാഷിന് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഓർമ്മയുണ്ടോ? ആ സജിതയുടെ ആ കുട്ടിയുടെ അമ്മ മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയി. അതിൻ്റെ വിഷമത്തിൽ ആ കുട്ടിയുടെ അച്ഛൻ നാട് വിട്ടു. പിന്നെ ആ സ്ത്രീ, അത് ആ കുട്ടിയുടെ ചെറിയമ്മയാണ്. കൂടെ വന്ന ആള് അയാൾ ആ സ്ത്രീയുടെ ഭർത്താവൊന്നുമല്ല. വളരെ മോശം രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. നമ്മളെ കൊണ്ടൊന്നും അവരെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അവരൊന്നും നന്നാവത്തില്ല. അവർ ആ കുട്ടിയെ കൂടി ചീത്തയാകത്തേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി, മാഷിനറിയോ, ആ പ്രേംകുമാർ സാറും ജോർജ് സാറും ഒക്കെ ആ വീട്ടിലെ സ്ഥിരം സന്ദർശകരാണ്. ഒരിക്കൽ അവരാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് പുറത്തു പറയാതിരിക്കാൻ എന്നെ എന്തോരം ഭീഷണിപ്പെടുത്തിയെന്ന് അറിയാവോ? ആദ്യമൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ തുടർന്നുള്ള പ്രവൃത്തി കൊണ്ട് എനിക്ക് മനസ്സിലായി സാറേ, മൃഗങ്ങളാ മാഷെ. മാഷിനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അവരൊന്നും അധ്യാപക വൃത്തി ചെയ്യേണ്ടവരല്ല. അങ്ങനെയുള്ളവർ കുട്ടികളെ പഠിപ്പിച്ചാൽ അത് ശരിയാവത്തുമില്ല. എന്ത് ചെയ്യാനാ? മോളെ എണീറ്റ്, അല്ലെങ്കിൽ അന്ന് എക്സാം കഴിഞ്ഞിട്ട് എന്നെ കണ്ടിട്ട് പോയാൽ മതി. നീ മനസ്സിലായോ? നീ എന്തിനാടി പേടിക്കുന്നേ? ഞാൻ നിന്റെ മാഷല്ലേ. അടുത്തൊന്നേടി നീ. വാ,
എന്താടി നിനക്കൊരു മടി? ഇങ്ങ് വാടി. ആ ഓരോ വാസനയും സിംഹത്തെ പോലെയാണ്. ഒരു തവണ അനുഭവിച്ച് അതിൻ്റെ രുചി അറിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഭ്രാന്തെടുത്ത് ഓടും. വാസനയ്ക്ക് നാവ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈശ്വരൻ അതിന് കണ്ണും കാതും മൂക്കും നൽകിയിട്ടില്ല. സ്വന്തം സംതൃപ്തി മാത്രമേ അറിയുന്നുള്ളൂ. ഞാൻ 35 വർഷം മുമ്പുള്ള നീലാഞ്ജനാണോ? അന്ന് ഞാൻ ഗുരുവായിരുന്നു, ജ്യേഷ്ഠനായിരുന്നു, ഭർത്താവായിരുന്നു, അച്ഛനായിരുന്നു. ഇന്ന് എൻ്റെ മനസ്സിലൊന്നുമില്ല. എൻ്റെ മക്കൾ സന്തോഷവാന്മാരാണോ? അവൻ ജോർജ് ഒരു അധ്യാപകനാവാനുള്ള ഒരു യോഗ്യതയും അവനില്ല. വേസ്റ്റ്. അവന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. നീലൻ പറയൂ. 30 വർഷം അധ്യാപകനായി ജീവിച്ചില്ലേ? ഇനി ബാക്കിയുള്ള കാലം നാടിനും നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് ജീവിക്കും മാഷെ. എന്നിട്ട് സമാധാനത്തോടെ മരിക്കും. കൊല്ലണം. അല്ല ബല വഴം കഴിക്കും. രാത്രി അടിച്ചു പിരായിട്ട് മുഖം കൊടുത്തിരിക്കും. കാണത്തില്ല. ആ മാഷ നമ്മളെ സത്യ നല്ല പിന്നെ നല്ല പിന്നെ സോറി ജോർജ്. സ്വയം സഹായിക്കാതെ ആർക്കും മറ്റൊരാളെ ആത്മാർത്ഥമായി സഹായിക്കാൻ കഴിയില്ല എന്നത് ജീവിതം നൽകുന്ന വലിയ പാഠങ്ങളിലൊന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്നു. സാമ്പത്തിക പ്രയാസം നേരിട്ട അവർ പ്രസിദ്ധ പിയാനോ വിദഗ്ധൻ പാഡറവസ്കിയുടെ പരിപാടി നടത്തി പണം സ്വരൂപിച്ച് ട്യൂഷൻ ഫീസും ഭക്ഷണത്തിനുള്ള തുകയും കൊടുത്തു തീർക്കാമെന്ന് കരുതി. പാഡറവസ്കിയുടെ മാനേജർ $2000 മുൻകൂറായി ആവശ്യപ്പെട്ടു. കഠിന പരിശ്രമത്തിനു ശേഷം $1600 ശേഖരിക്കാനേ ആ കുട്ടികൾക്ക് കഴിഞ്ഞുള്ളൂ. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് കുട്ടികൾ തുക
പിയാനോ വിദഗ്ധന് കൈമാറിയ ശേഷം ബാക്കി $400 കഴിയുന്നത്ര വേഗത്തിൽ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പറ്റില്ലെന്ന് പറഞ്ഞ് പാഡറവസ്കി $1600 തിരികെ നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇതിൽ നിന്നും നിങ്ങളുടെ ചിലവിന് ആവശ്യമായ തുക എടുക്കുക. ബാക്കി തുകയുടെ 10% നിങ്ങളുടെ ജോലിക്കുള്ള പ്രതിഫലമായി എടുക്കുക. അതിൻ്റെ ബാക്കി എനിക്ക് തിരിച്ചു നൽകുക. വർഷങ്ങൾ കടന്നുപോയി. 1-ാം ലോകമഹായുദ്ധം അവസാനിച്ചു. പാഡറവസ്കി പോളണ്ടിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കെ പട്ടിണി കിടക്കുന്ന ആയിരക്കണക്കിന് സ്വന്തം നാട്ടുകാർക്ക് ഭക്ഷണം എത്തിച്ചു നൽകാൻ കഴിയാതെ വിഷമിക്കുകയായിരുന്നു. അമേരിക്കയിൽ ഭക്ഷണവും ആശ്വാസവും നൽകുന്ന വകുപ്പിൻ്റെ തലവനായിരുന്ന ഹെർബർട്ട് ഹൂവർ പാഡറവസ്കിയുടെ സഹായ അഭ്യർത്ഥന സ്വീകരിച്ച് പോളണ്ടിന് ധാരാളം ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു. അതിന് നന്ദി പറഞ്ഞ പാഡറവസ്കിയോട് ഹൂവർ ഇങ്ങനെ പറഞ്ഞു: ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ക്ലേശങ്ങൾ അനുഭവിച്ചപ്പോൾ താങ്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. പാഡറവസ്കി പണം തിരികെ കൊടുത്ത 2 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഹെർബർട്ട് ഹൂവർ. ജീവിതം ഒരു പ്രതിധ്വനിയാണ്. ഒരിക്കലൊരു ചെറിയ കുട്ടി അമ്മയോട് വഴക്ക് കൂടുകയും ഞാൻ നിങ്ങളെ വെറുക്കുന്നു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നുറക്കെ വിളിച്ചു പറയുകയും ചെയ്ത ശേഷം ശിക്ഷ ഭയന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ഒരു താഴ്വരയിലെത്തിയ അവൻ ഈ വാക്കുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഞാൻ നിങ്ങളെ വെറുക്കുന്നു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അപ്പോൾ ഈ വാക്കുകളുടെ പ്രതിധ്വനി അവൻ കേട്ടു. അതിനു മുൻപ് ഒരിക്കലും പ്രതിധ്വനി കേട്ടിട്ടില്ലാത്ത അവൻ വല്ലാതെ ഭയപ്പെടുകയും രക്ഷയ്ക്കായി തിരികെ അമ്മയുടെ അടുത്തേക്ക് തന്നെ ഓടിയെത്തുകയും ചെയ്തു. താഴ്വരയിൽ ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു ചീത്ത കുട്ടിയുണ്ടെന്ന് അവൻ അമ്മയോട് പറയുകയുണ്ടായി. കാര്യം മനസ്സിലാക്കിയ അമ്മ കുട്ടിയോട് താഴ്വരയിൽ തിരികെ ചെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പറഞ്ഞു. ആ കുട്ടി അപ്രകാരം ചെയ്തു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആ കുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ അതേ പ്രതിധ്വനി തന്നെ തിരിച്ചു കേൾക്കുകയുണ്ടായി. ആ കുട്ടിയെ ഒരു പാഠം പഠിപ്പിച്ചു. നാം എന്താണ് നൽകുന്നത് അതുതന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറുമ്പോൾ നിങ്ങളോട് തന്നെയാണ് നന്നായി പെരുമാറുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്കലിൻ്റെ വാക്കുകളാണ്.